ഹീറോകളുമായി നമ്മുടെ ലോകം തന്നെ നിറഞ്ഞിരിക്കും. ഇത്തരത്തിലൊരു തീമിനെ ആസ്പദമാക്കി 2005 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് സ്കൈ ഹൈ. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. ലക്ഷക്കണക്കിന് സൂപ്പർ ഹീറോസ് ഉള്ള ഒരു ലോകത്താണ് കഥ നടക്കുന്നത്. ആ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് സൂപ്പർ ഹീറോസ് ആണ് സ്റ്റീവും ജോസിയും. ജോസിക്ക് പറക്കാനും ഫൈറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് ഉള്ളത്. സ്റ്റീവിനാണെങ്കിൽ എന്തിനേയും തകർക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവർ രണ്ടുപേരും ഇറങ്ങി ആ പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കും. അവരുടെ മകനാണ് വില്ല്. എന്നാൽ അവന് പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ല. 10 കിലോയുടെ ഒരു വെയിറ്റ് എടുക്കാൻ പോലും അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ അവന് കഴിവില്ലെന്നുള്ള കാര്യം സൂപ്പർ ഹീറോസ് ആയ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല. അവർ രാവിലെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയും ഞാൻ മോനെ ഒന്ന് പോയി കാണട്ടെ, ഇന്നല്ലേ അവൻ പുതിയ സ്കൂളിൽ ചേരുന്നതെന്നൊക്കെ പറഞ്ഞ് സ്റ്റീവ് അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയും അച്ഛൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന വില്ല് അപ്പോൾ തന്നെ കുറച്ചുകൂടി കട്ട എടുത്തു വെച്ച് 100 കിലോ ആക്കുന്നു. അച്ഛൻ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ 100 കിലോയുടെ വെയിറ്റ് എടുക്കാൻ അവൻ ശ്രമിക്കുന്നതായി കാണുകയും അവന് ഭയങ്കര ശക്തി ഉണ്ടെന്നൊക്കെ അയാൾ വിചാരിക്കുകയും ചെയ്യുന്നു. തനിക്ക് ശക്തിയില്ലെന്നുള്ള കാര്യം അവരാരും അറിയാതെ അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്. മോനെ, ഇന്ന് നീ പുതിയ സ്കൂളിലേക്ക് പോവുമല്ലേ? അതൊരു സാധാരണ സ്കൂളല്ല, സൂപ്പർ ഹീറോസിനെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവിടെ നിങ്ങളുടെ കഴിവുകൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്നാണ് പഠിപ്പിക്കുന്നത്. നീ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനൊരു വലിയ ശക്തിയുള്ള സൂപ്പർ ഹീറോ ഒക്കെയാണ്, പക്ഷേ എപ്പോ വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം. അങ്ങനെ എനിക്കും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് നീയാണ്. എന്റെ പേര് കളയാതെ നോക്കിക്കോണമെന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വില്ലിന്റെ കൂട്ടുകാരി ലൈല അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളും അവനോടൊപ്പം ഇന്ന് പുതിയ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സ്റ്റീവും അവനോടൊപ്പം വില്ലും അടുക്കളയിലേക്ക് വരികയും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെ സ്റ്റീവിന് ഒരു കോൾ വരികയും ചെയ്യുന്നു. ഫോണിൽ സംസാരിച്ച ശേഷം നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും ഉടനെ പോകണമെന്നും ജോസിയോട് പറയുകയും നിങ്ങൾ എന്തായാലും പുതിയ സ്കൂളിൽ പോയി നല്ലപോലെ പഠിക്കാനും നമ്മൾ പോകുന്നെന്നും പറഞ്ഞ് അവർ നേരെ ചെന്ന് റൂമിലുള്ള ഒരു രഹസ്യ അറ തുറക്കുകയും സൂപ്പർ ഹീറോ ആയി വേഷമിടാൻ വേണ്ടി അവിടേക്ക് പോവുകയും ചെയ്യും. ഈ സമയം ലൈലയും വില്ലും ഹാളിൽ ഇരിക്കുകയാണ്. ലൈലയ്ക്കാണെങ്കിൽ ചെടികളെ വളർത്താനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോഴേക്കും പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ജോസിയും സ്റ്റീവും പൊക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു റോബോട്ട് നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുകയാണ്. അവർ അതിന്റെ അടുത്തേക്ക് ചെന്ന് സ്റ്റീവ് ചാടി അതിന്റെ മുകളിലേക്ക് വീഴുകയും അടിച്ച് തകർത്ത് അതിനെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. ഇതെല്ലാം അവർ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൊന്നതിന്റെ ഓർമ്മയ്ക്കായി സ്റ്റീവ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി റോബോട്ടിന്റെ കണ്ണുകൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ലൈലയും വില്ലും റെഡിയായി നടന്ന് നേരെ റോഡിലേക്ക് ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും അല്പസമയത്തിനുള്ളിൽ അവരുടെ സ്കൂൾ ബസ് അവിടേക്ക് വരികയും ചെയ്യുന്നു.